ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പ്നെയിലൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇന്നെന്ന് പറയുമ്പം എനിക്കൊരു മൂന്നാമത്തെ റിവ്യൂ യൂണിറ്റാണ് കിട്ടിയിരിക്കുന്നത്. സോ ആഡ്കോമൻ സെൻഡ് ചെയ്തെന്നിരിക്കുന്നത്. ആഡ്കോമന് വലിയൊരു താങ്ക്സ് ഉണ്ട്, ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്. സോ മൂന്നാമത്തെ റിവ്യൂ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റീരിയോ ഹെഡ്സെറ്റാണ്. സോ ആ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ആഡ്കോമിൻ്റെ സ്റ്റീരിയോ ഹെഡ്സെറ്റ്. ഇത് ഏകദേശം 400 രൂപയാണുള്ളത്, ഒരു ബഡ്ജറ്റ് ഹെഡ്സെറ്റാണ്. സോ ഇതിൻ്റെ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ഇത് പക്ഷേ നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ വഴി വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് 500 രൂപയാവും. സോ അത് ആഡ്കോമിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മൾ ഫസ്റ്റ് ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ഗീവ് അവേ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നതാണ്. സോ അതിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂയിലേക്ക് പോകാം. അതിൻ്റെ മുമ്പേ എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് നോക്കാം. പ്രോഡക്റ്റ് നല്ലൊരു ഒരു മിനിമം ക്വാളിറ്റിയിലാണ് പാക്കിങ്ങിൽ വരുന്നത്. അതേപോലെ തന്നെ ഇത് സ്റ്റീരിയോ ഹെഡ്സെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുമ്പോൾ ആഡ്കോം 28038 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ കോഡ്. അതേപോലെ തന്നെ ഇതിന് ജൂനിയർ ഹെഡ്സെറ്റ് എന്ന് വിളിക്കുന്നതാണ്, ഈ കമ്പനി അങ്ങനെയാണ് വിളിക്കുന്നത്. സോ വെളിയിൽ ഇതിൻ്റെ ബ്രാൻഡിങ്ങും അതേപോലത്തെ കാര്യങ്ങളെ ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഇതിനെ പറ്റിയുള്ള ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിലേക്ക് പോവാം. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹെഡ്സെറ്റ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നമുക്കിത് മാറ്റി വെച്ചാൽ അകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആഡ്കോമിൻ്റെ ഒരു 10% ഒരു കാർഡും നെക്സ്റ്റ് ഷോപ്പിങ്ങിന് അതേപോലെ തന്നെ ഒരു വാറൻറ്റി കാർഡുമാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് നമ്മുടെ ആഡ്കോമിൻ്റെ ഹെഡ്സെറ്റ് വരുന്നത്, സ്റ്റീരിയോ ഹെഡ്സെറ്റ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു കളർ ഒരു മോഡേൺ കളർ ഫീൽ ചെയ്തതാണ്. കാരണം എനിക്ക് ഫീൽ ചെയ്തു ഒരു മോഡേൺ ഒരു ഗ്രേയും അതേപോലെ തന്നെ ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലാണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആഡ്കോമിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബോഡി ഒരു പ്ലാസ്റ്റിക്കിലാണ് ഇത് ഫിനിഷ് ചെയ്ത് അവർ ഇറക്കിയിരിക്കുന്നത്. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, വേറൊരു പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ വേറൊരു ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. താഴോട്ടും മുകളിലോട്ടും നിങ്ങൾക്ക് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് 3.5 ഒരു mm ജാക്കാണ് കിട്ടുന്നത്. അത് നമുക്ക് ഫോണിലും അതേപോലെ തന്നെ MP3 പ്ലെയറിലൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞു തന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് എനിക്ക് നല്ലോണം തോന്നി. ഇതിൻ്റെ ജാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത്യാവശ്യം നല്ലൊരു ലെങ്തിലുള്ള ജാക്കാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ആ ലോഗോ നേരത്തെ പോലെ കാണാൻ പറ്റും. സോ ഇതിന് നല്ലൊരു കുഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം അത് ഓർക്കണം. നല്ല ലൈറ്റ് വെയിറ്റ് ആണിത്. നല്ലവണ്ണം നമുക്കത് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാര്യത്തിലൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ അറിയ പോലും ഇല്ല. അതുപോലെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റബിൾ ആണ്. പുതിയൊരു ഡിസൈൻ, വേറൊരു മോഡേൺ ലുക്കിലാണ് അവർ ഇത് ഇറക്കിയിരിക്കുന്നത്. സോ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഞാൻ എന്താണ് ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്ര റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആഡ്കോമിൻ്റെ ഹെഡ്സെറ്റ് ആയിരുന്നു. സോ ഞാൻ നേരത്തെ റിവ്യൂ ചെയ്ത ആഡ്കോമിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. സോ ഇത് റിവ്യൂ യൂണിറ്റ് അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. സോ ഇതിൽ നിന്ന് കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞു. ഇത് ഏകദേശം 900 രൂപയാണ് വില. ഇതിൻ്റെ ഞാൻ റിവ്യൂ ചെയ്യുന്നു, അൺബോക്സിങ്ങും. സോ അത് ഞാൻ വീഡിയോ അവസാനവും അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനായിട്ട് ഇടുന്നതാണ്. അതേപോലെ തന്നെ താഴെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട്, ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കുഷൻ കിട്ടുന്നു. അതേപോലെ തന്നെ ഫെദറാണ്, നല്ല ഫെദർ ടച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്. ചെവിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് വേദനയൊന്നും ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് ബോഡി മൊത്തം പ്ലാസ്റ്റിക്കാണ്. അതേപോലെ തന്നെ ഈ കളറാണ് ഇതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഡിസൈനും അതേപോലെ തന്നെ ഒരു മോഡേൺ ലുക്ക്, വേറൊരു ലുക്കാണ്. ഇതുവരെയായിട്ടും ഒരു കമ്പനി ചെയ്യാത്ത വേറൊരു ലുക്കിലാണ് ആഡ്കോം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രേയും വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും കൂടെ ചേർന്ന ഒരു മിക്സ്
സിൽവർ, ഒരു നല്ലൊരു കിടിലൻ കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറ്റിയാണ് എല്ലാവരും നോക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പം ഒരു 400 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് ഇത് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈയും അല്ല ലോയും അല്ല എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മുക്കാലെന്നൊക്കെ പറയില്ല നമ്മൾ, ആ റേഞ്ചിലൊക്കെ ബാസ് നിൽക്കും. സൗണ്ട് ഒരു 95% സൗണ്ട് നല്ല നമുക്ക് കിട്ടുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഒരു 60 തൊട്ട് 70 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതേപോലെ തന്നെ പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ എനിക്ക് തോന്നിയെന്ന് പറയുമ്പം ഇതിൻ്റെ വയർ തന്നെയാണ്. വയറാണെങ്കിൽ വലിയ ക്വാളിറ്റി ഇല്ല. സോ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നല്ലൊരു ഹെഡ്സെറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഗീവ് അവേനെ പറ്റിയാണ്. സോ ഗീവ് അവേഴ്സിൻ്റെ റൂൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്നത് എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ടാണ്. ടെക്നിക്കുരിയുടെ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ അത് നിങ്ങൾ കയറി ഫോളോ ചെയ്യണം. ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ വേറെ ഒന്ന് കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ അത് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. സോ അത് മറന്നു കഴിഞ്ഞാൽ എനിക്ക് അത് കമൻറ്റ് പിക്കർ വെച്ചെടുക്കുമ്പോൾ അത് നിങ്ങൾ കിട്ടിയില്ലെന്ന് വരും. സോ ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സോ ആ ഭാഗ്യവാൻ ആരും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ ഏകദേശം 432 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ റൂൾസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.